നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഐടിയുടെ സിലബസ് ആണ്. ഡിഗ്രി ലെവലിലെ ഐടിയുടെ സിലബസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. സിലബസ് മനസ്സിലാക്കുക എന്നത് മാത്രമല്ല ഇന്നത്തെ പരിപാടി. നോക്കൂ, ഈ വീഡിയോയിൽ നമ്മൾ ഓരോ ഭാഗത്തുനിന്നും സിലബസിനെ എത്ര ഭാഗമായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഓരോ ഭാഗത്തുനിന്നും എത്ര ചോദ്യം വീതമാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, നമ്മൾ ഈ 5 സിലബസിന്റെ ഹെഡിൽ നിന്നും ഓരോ ചോദ്യം വീതം പിക്ക് ചെയ്ത് ഇവിടുന്ന് ഏകദേശം ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരികയാണ്. ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാൾക്ക് ഇത് കാണിച്ചു കൊടുക്കുകയാണ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. സോ അത് നമ്മൾ നോക്കുന്നു. ഇനി ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്ക് നമ്മുടെ സിലബസിന്റെ ഭാഗത്ത് ഉണ്ടോ എങ്കിൽ അത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം. ആദ്യമേ സിലബസ് 5 ഭാഗമായി ഐടിയുടെ സിലബസിനെ ഡിവൈഡ് ചെയ്താണ് തന്നിരിക്കുന്നത്. നമ്മളായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. വൃത്തിക്ക് PSC തന്നെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ ഹാർഡ്വെയർ ആണ് ഫസ്റ്റ് പാർട്ട്. അതിൽ ഇൻപുട്ട് ഡിവൈസുകൾ, ഔട്ട്പുട്ട് ഡിവൈസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻപുട്ട് ഡിവൈസുകൾ ജസ്റ്റ് പേരും അതിന്റെ ഉപയോഗം മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. പക്ഷെ ഔട്ട്പുട്ട് ഡിവൈസ്, അതിന്റെ പേര്, അതിന്റെ ഉപയോഗങ്ങൾ, അതിനെന്തെങ്കിലും ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ പ്രാധാന്യം കൂടുതൽ ആർക്കാണ്? ഔട്ട്പുട്ട് ഡിവൈസിനാണ്. പിന്നെ വലിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ 2 പേരിലേക്കാളും പ്രാധാന്യം കൂടുതലുള്ള ഹാർഡ്വെയറിലെ പോർഷൻ ആണ്. കുറച്ചുകൂടെ നമുക്കധികം പഠിക്കാനുള്ള ഭാഗമാണ് മെമ്മറി ഡിവൈസസ് എന്ന് വെച്ചാൽ പ്രൈമറി മെമ്മറിയിൽ ആരൊക്കെ വരും. പ്രൈമറി മെമ്മറിയിൽ നമുക്ക് റാമിനെയൊക്കെ പഠിക്കാനുണ്ട്, റോമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി മെമ്മറിയിൽ 3 ടൈപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മാഗ്നറ്റിക് ഉണ്ട്, അതിൽ ഒപ്റ്റിക് ഉണ്ട്, അതിൽ ഫ്ലാഷ് ഉണ്ട്, അങ്ങനെ പഠിക്കാനുണ്ട്. ഈ ഭാഗം മൊത്തം കമ്പ്യൂട്ടറിന്റെ ഭാഗമായിട്ടുള്ള ഹാർഡ്വെയറിനെ നമുക്ക് കാണുക മാത്രമല്ല തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഡിവൈസസിനെ, വ്യത്യസ്ത തരത്തിലുള്ള കമ്പ്യൂട്ടറിന്റെ പുറത്തും അകത്തുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പരിചയപ്പെടുന്നു, അതിന്റെ ഉപയോഗവും കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നു. ഹാർഡ്വെയറിന് ശേഷം പിന്നെയുള്ളത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കുറച്ചുകൂടെ വിശാലമായ, കുറച്ചുകൂടെ വലിയൊരു ഭാഗമാണ്. അവിടെ ആദ്യം സിമ്പിൾ ആയിട്ട് സോഫ്റ്റ്വെയറിന്റെ ഡിവിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും പറഞ്ഞുള്ള ഡിവിഷൻ. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്. ഡിഗ്രി ലെവലിൽ കുറച്ചുകൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ആള്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറച്ച് കാര്യം അധികം ഡിഗ്രി ലെവലിൽ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾ നോക്കൂ, വലിയൊരു സെന്റൻസ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന വിവിധ സോഫ്റ്റ്വെയറുകൾ. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഡോക്യുമെന്റ് ആണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ആ ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ റിപ്പോർട്ടാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ റിപ്പോർട്ട് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെ നമ്മൾ വിളിക്കുന്ന പേര് വേർഡ് പ്രോസസർ എന്നാണ്. വേർഡ് പ്രോസസർ പല കമ്പനികൾക്ക് ഉണ്ടാവും. മൈക്രോസോഫ്റ്റിന് വേർഡ് പ്രോസസർ ഉണ്ടായിരിക്കും, അതുപോലെ ആപ്പിളിന് വേർഡ് പ്രോസസർ ഉണ്ടായിരിക്കും, ഗൂഗിളിന് വേർഡ് പ്രോസസർ ഉണ്ടായിരിക്കും. ഇനി ലിനക്സിന്റെ അകത്ത് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസിന്റെ ഭാഗമായി ലിബ്രെ ഓഫീസിന് ഉണ്ടായിരിക്കും. ഇപ്പൊ വ്യത്യസ്ത എക്സാമ്പിളുകളും കാര്യങ്ങളും പഠിക്കുന്നു. എക്സാമ്പിളുകൾ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചൊക്കെ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും അത്ര അകത്ത് കയറി ഇപ്പോൾ ഒരു LD ടൈപ്പിസ്റ്റോ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററോ അങ്ങനെയുള്ള തസ്തികകൾക്ക് നമ്മൾ പഠിക്കുന്ന പോലെ അത്ര അഡീഷണൽ ആയിട്ട് അധികം കയറി പഠിക്കണ്ട. എങ്കിലും അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നു, അല്ലെ മനസ്സിലാക്കണം. പിന്നെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഒത്തിരി ഇല്ല. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ആൾക്കാർക്ക് ഇത് അറിയാം, കുറച്ച് ധാരണയുണ്ടെന്ന് തോന്നും. പക്ഷെ അല്ലാത്ത സാറേ പ്രോഗ്രാമിങ്ങും പഠിക്കണോ ഇനി, അങ്ങനെ ഒരു ചിന്തയായിരിക്കും വരിക. ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗിൽ എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ്, എന്താണ് ലോ ലെവൽ ലാംഗ്വേജ്, ഈ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആരാ, അവരെ നമ്മൾ ലാംഗ്വേജ് പ്രൊസസർ എന്നാണ് വിളിക്കുന്നത്. അവരെ ഒന്ന് പരിചയപ്പെടാനുണ്ട്. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഇൻപുട്ട് ഇൻസ്ട്രക്ഷനിൽ എന്തൊക്കെയാ വരിക, ഔട്ട്പുട്ടിൽ എന്തൊക്കെയാ വരിക, ഒത്തിരി പഠിക്കാനില്ല. അതിന്റെ ബേസിക്സ് മാത്രമേ പഠിക്കാനുള്ളൂ. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടുന്ന് ചോദ്യം വരാറുള്ളതാണ്. ഈ കഴിഞ്ഞ തവണയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. ഇനി നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, മർമ്മപ്രധാനമായ ഭാഗം. 2 സെന്റൻസേ ഇവിടെ സിലബസിൽ നൽകിയിട്ടുള്ളൂ എങ്കിൽ ഇവിടെ നിന്ന് ചോദ്യം ഉറപ്പാണ്, ഉറപ്പിക്കാവുന്ന രീതിയിൽ ചോദ്യം വരുന്ന ഭാഗമാണ് സുഹൃത്തുക്കളെ ഇത്. ഇവിടെ ലാന്, മാന്, വാൻ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ നെറ്റ്വർക്കിംഗിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ഉപയോഗം എന്തൊക്കെയാണ്, നെറ്റ്വർക്കിംഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന
മീഡിയം, വയറുകൾ, കേബിളുകൾ ഏതൊക്കെയാണ്, വിവിധ തരത്തിലുള്ള കേബിളുകൾ, അതിന്റെ അഡ്വാൻറ്റേജുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെയോ ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. കുറച്ചുകൂടെ നമുക്ക് പരിചയമുള്ളൊരു ഭാഗമാണിത്. ഇന്റർനെറ്റിന്റെ ഭാഗമായി വേൾഡ് വൈഡ് വെബ്, ഇമെയിലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സെർച്ച് എഞ്ചിനുകൾ, വെബ് ബ്രൗസർ, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ നോക്കും. പിന്നെ സോഷ്യൽ മീഡിയ പല ടൈപ്പ് ഉണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ വലിയൊരു കാറ്റഗറിയെ ഒതുക്കിയേക്കുന്ന ഒരു ചെറിയ ടേമാണ്. സോഷ്യൽ മീഡിയക്കകത്ത് കുറെ ടൈപ്പ് ഓഫ് ആൾക്കാർ വരും. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയുടെ ഒരു സബ് ഡിവിഷൻ ആണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി കണക്ഷൻസ്, നമ്മൾ ഒരു സൗഹൃദം ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ചാറ്റ് ചെയ്യാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ കണ്ടന്റ് ഷെയറിംഗ്, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയാൻ പറ്റുന്ന പോലത്തെ ആൾക്കാരുണ്ട്. കുറെ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞാൽ കുറെ കണ്ടന്റ് നിറച്ചിരിക്കുന്ന, കുറെ കണ്ടന്റ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ യൂട്യൂബ് അങ്ങനെയുള്ള ആള്, ഫോട്ടോ ഷെയർ ചെയ്യുന്ന സംഭവങ്ങൾ, ഇതുപോലെ ഡിസ്കഷൻ ഫോമുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഫോറം നമ്മൾ വിളിക്കും, ഡിസ്കഷൻ ഫോറംസ് എന്നാണ് നമ്മൾ വിളിക്കുക. കുറെ ഒരു ടോപ്പിക് ഉണ്ടായിരിക്കും, അതിന് സബ് ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. ഇതിനകത്ത് ഓൺലൈനായിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളും മറ്റും പറയുന്ന അങ്ങനത്തെ ഫോറംസ് ഉണ്ട്. ഫോറംസിനെ നമ്മൾ പരിചയപ്പെടും. പിന്നെ ഉണ്ട് നമുക്ക് പറയാം ചെറിയ മെസ്സേജുകൾ അയക്കാൻ പറ്റുന്ന, ഒത്തിരി വലിയ സെന്റൻസുകളായിട്ട് മെസ്സേജുകൾ അയക്കാതെ ചെറിയ ചെറിയ മെസ്സേജുകളൊക്കെ നമ്മൾ അയക്കുന്ന, അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്ന, മെസ്സേജ് എന്ന് പറയാൻ പറ്റില്ല, പോസ്റ്റുകൾ ഇടുന്ന മൈക്രോ ബ്ലോഗുകൾ ഉണ്ട്. മൈക്രോ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ട്വിറ്റർ ഒക്കെ പോലെ കുറച്ച് കാര്യം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ പബ്ലിക്കലി അത്യാവശ്യം കത്തി നിൽക്കുന്ന എന്തിനെ കുറിച്ചൊക്കെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഇങ്ങനത്തെ മൈക്രോ ബ്ലോഗുകൾ. ഇനി വലിയ നമ്മുടെ ജേർണലുകൾ എഴുതുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും നമ്മുടെ കാര്യങ്ങളോ നമ്മുടെ തോട്ടുകളോ ചെറിയ കഥകളോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതുന്ന ബ്ലോഗുകൾ ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള സോഷ്യൽ മീഡിയയുടെ വിവിധ തരത്തിലുള്ള എക്സാമ്പിളുകൾ നമ്മൾ നോക്കും. ഇതിന്റെ കാര്യം എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന് പറ്റുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണ്, ഇത് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നു. പിന്നെ വെബ് ഡിസൈനിങ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഈ വെബ് ഡിസൈനിങ് ഒക്കെ ദൈവമേ, അതുപോലെ കോഴ്സ് ഒക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ വേണ്ടി ഒരു കോഴ്സായിട്ട് പഠിക്കുന്ന രീതിയിലൊക്കെയാണല്ലോ വെബ് ഡിസൈനിങ് കേട്ടിട്ടുള്ളതെന്ന് കുറച്ച് ആൾക്കാർ ചിന്തിച്ചേക്കാം. വെബ് ഡിസൈനിങ് ഇവിടെ അത്ര കാര്യമായി അഗാധമായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. വെബ് ഡിസൈനിങ്ങിന്റെ HTML പാർട്ട്, HTML ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതിൻ്റെ അകത്ത് ഓരോ കമാൻഡുകൾ, HTML ഓരോ കമാൻഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിനെ ടാഗുകൾ എന്ന് വിളിക്കുക, ഓരോ HTML ടാഗിന്റെയും പർപ്പസ് എന്താണ് HTML എന്നൊന്നും മനസ്സിലാക്കിയെടുക്കുന്ന ഭാഗമാണ് ഇത്. സോ ഇന്റർനെറ്റ്, ഇതിനകത്ത് സോഷ്യൽ മീഡിയ നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ഇതും അത്യാവശ്യം പരിചയമുള്ള ഭാഗമാണ്. HTML കോഡിങ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല. എല്ലാവരും ഈവൻ 90s കിഡ്സ് തൊട്ട് പണ്ട് തൊട്ട് കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ചതാ. എങ്ങനെ ബോൾഡ് ആക്കാം, എങ്ങനെ ഇറ്റാലിക്സ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കോഡിങ് HTML പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ എല്ലാവരും, നമ്മൾ ഓർക്കാത്തതാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ നോക്കുന്നു. അങ്ങനെ ഇന്റർനെറ്റ് നമ്മൾ പഠിക്കുന്നു. പിന്നെ അവസാനത്തെ ഭാഗം ടൈപ്സ് ഓഫ് ക്രൈംസ് അഥവാ സൈബർ ക്രൈം ആണ്. സൈബർ ക്രൈമും സൈബർ ലോയും ആണ് ഇവിടെ പഠിക്കേണ്ടത്. ഒരു 10-30ഓളം ടൈപ്പ് സൈബർ ക്രൈം ഉണ്ട്. 30 എന്ന നമ്പർ കേട്ട് ആരും പേടിക്കണ്ട. ഇത് കാണാപ്പാഠം പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവുമില്ല. ഓരോ വാക്കും കേട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് എക്സാമ്പിൾ വെച്ച് നമ്മൾ പഠിക്കും. ഈ ക്രൈമുകളെല്ലാം നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി എക്സാമ്പിൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കാൻ പറ്റും, ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, സംഭവം സിമ്പിൾ ആയിട്ട് കൈ കിട്ടും. നെക്സ്റ്റ് IT ആക്ട് ആൻഡ് അതർ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ IT ആക്ട് ആണ്. IT ആക്ട് 2000 ആണ് ഇവിടെ പഠിക്കാനുള്ളത്. അത് ഫുള്ള് പഠിക്കണ്ട. അതിനകത്തെ ഒഫൻസുകൾക്കുള്ള ശിക്ഷകൾ, നമ്മൾ എന്തെങ്കിലും സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ എത്രയാണ്, ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷിക്കുന്നത് എന്നുള്ള ഡാറ്റ പഠിച്ചു വെച്ചാൽ മതി. സ്പെസിഫിക് ആയിട്ട് ഇവിടം തൊട്ട് ഇത്ര വരെ നമുക്ക് പറയാൻ പറ്റും. ആ 43 സെക്ഷൻ 43, 43ന്റെ 65, 66, 67 ഇങ്ങനെ കുറച്ച് സെക്ഷൻസ് സ്പെസിഫിക്കലി എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. ഇതാണ് സിലബസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ 5 ഹെഡിങ്ങിലായിട്ടാണ് IT സിലബസ് ഒതുക്കിയിട്ടുള്ളത്. 5 ഹെഡിങ്ങിൽ ഒതുക്കിയാൽ 5 ഹെഡിങ്ങിൽ നിന്നും 5 മാർക്ക് നമ്മൾ പ്രതീക്ഷിക്കണം. IT മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ 5 ആണ്. ഈ 5 എണ്ണത്തിൽ ഇവിടുന്ന് ചോദ്യം കൂടുതൽ ഇവിടുന്ന് കുറവെന്ന് എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ ഒരു യൂഷ്വൽ പാറ്റേൺ എന്ന് പറയുന്നത് ഈ എല്ലാ ഹെഡിങ്ങിൽ നിന്നും ഓരോ മാർക്ക് വീതം നമുക്ക് പ്രതീക്ഷിക്കാം. അതൊരു നിയമമൊന്നുമല്ല. ചോദ്യകർത്താവിനോട് PSC എല്ലായിടത്തുനിന്നും ഒരു ക്വസ്റ്റ്യൻ വീതം മാത്രമേ ഇടാൻ പാടുള്ളൂ, കറക്റ്റ് ഈ പാറ്റേൺ ഫോളോ ചെയ്യണമെന്ന് എങ്ങും നിബന്ധനയൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും കൂടുതൽ കണ്ടുവരാറുള്ളത് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം വരാം. ചിലപ്പോൾ ഹാർഡ്വെയറിൽ നിന്ന് ചോദ്യം ഉണ്ടായില്ലെങ്കിൽ
അവിടെ നിന്ന് വരേണ്ട ഒരു ചോദ്യം ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ സോഫ്റ്റ്വെയറിൽ നിന്ന് 2 മാർക്കിനുള്ള ചോദ്യമായിരിക്കും ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ഇന്റർനെറ്റ് ഭാഗത്തു നിന്ന് കയറി വരാൻ 2 ചോദ്യം, അങ്ങനെ എക്സ്ട്രാ കയറി വരാൻ അങ്ങനെയും സാധ്യതയുണ്ട്. അപ്പോൾ ചില ടോപ്പിക്ക് ഒഴിവാക്കി ചില ടോപ്പിക്കിൽ അതിന് പകരം ഒരു ചോദ്യം കൂടി വന്ന് അങ്ങനെ 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കയറി വരാനുള്ള സാഹചര്യവും ഉണ്ട്, അങ്ങനെയും വരാറുണ്ട്. എന്തായാലും ഓരോ മാർക്ക് വീതം ഓരോ ടോപ്പിക്കിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാന്നാണ് നമ്മൾ പറയാ. ഇതിൽ നിന്നും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്, ഏതൊക്കെ ഹെഡിങ്ങുകളിൽ നിന്നാണ്, അതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. അപ്പൊ ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, കൂടുതൽ ചോദ്യം വരുന്ന ഭാഗം എവിടെ നിന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നു. അത് ആ സിലബസ് കാണിച്ചിട്ട് തന്നെ നമ്മൾ അനലൈസ് ചെയ്തെടുത്തേക്കുന്ന ഒരു നമ്പർ ഉണ്ട്, കാണിച്ചു തരാം. നോക്കൂ, ഇവിടെ നമ്മൾ പറയുന്നത് 2025 ആണ്ടിൽ നടന്ന 2 പ്രിലിംസും 2026 ആണ്ടിൽ നടന്ന, അതായത് ഈ കൊല്ലം നടന്ന 3 പ്രിലിംസും, ഡിഗ്രി പ്രിലിംസ് നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പൊ ഇവിടെ 2, ഇവിടെ 3, ആകെ മൊത്തം 5 ക്വസ്റ്റ്യൻ പേപ്പർ. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്തേക്കുക എന്ന് വെച്ചാൽ ഏറ്റവും പുതിയതായി നടന്ന, ഏറ്റവും അടുത്ത് നടന്ന എക്സാമുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്തു. അപ്പൊ അതിനകത്ത് ഹാർഡ്വെയർ ഭാഗത്ത് നിന്ന് ഇവിടെ ടോട്ടൽ 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മെമ്മറി ഡിവൈസുകൾ എന്ന ഭാഗത്തു നിന്നാണ്. റാം, റോം, ക്യാഷ്, രജിസ്റ്റർ എന്നീ വാക്കുകൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വാക്കുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവരെ കുറിച്ചായിരിക്കും ഇവിടുന്ന് ചോദ്യം ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ചോദ്യം വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ടുള്ള മോണിറ്ററിനെ കുറിച്ചോ, സ്പീക്കറിനെ കുറിച്ചോ, പ്രിന്ററിനെ കുറിച്ചോ, പ്ലോട്ടറിനെ കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ, പ്രൊജക്ടറിനെ കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ വരാം. 5 പേരെ വൃത്തിക്ക് പഠിച്ചാൽ ഇവിടെ നിന്നുള്ള മാർക്കിങ് പോരും. നമ്മൾ ആ രീതിയിൽ പഠിക്കും. നെക്സ്റ്റ് നോക്കൂ, സോഫ്റ്റ്വെയർ കൂട്ടത്തിൽ അല്പം വലിയ സിലബസ് ആളുടെയാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്കിന് ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞായിരുന്നു, ഈ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ 2 മാർക്കിന് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യം വരാറുള്ളത്, 1 എന്നുള്ളത് മാറി ചിലപ്പോൾ 2 മാർക്കിന് ചോദ്യം വരാറുള്ളത് മിക്കപ്പോഴും സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തുനിന്ന്. എന്തുകൊണ്ടാണെന്നറിയോ, ഇവിടെ ഇഷ്ടം പോലെ ചോദ്യം ഇടാനുള്ള സാഹചര്യമുണ്ട് എന്നതിനാലാണ് അങ്ങനെ സംഭവിക്കുന്നത്. നോക്കിക്കേ, ഇവിടെ ക്ലാസിഫിക്കേഷനിന് ചോദിക്കാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എന്തെങ്കിലും ചോദിക്കാം. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാം. എക്സാമ്പിൾസ് ചെയ്യുന്നോ, യൂസേജ് ചെയ്യുന്നോ, വേർഡ് പ്രോസറോ, സ്പ്രെഡ്ഷീറ്റോ, ഡാറ്റാബേസ് പാക്കേജുകളോ, ഇമേജ് എഡിറ്ററോ, എന്തു വേണമെങ്കിലും ഇവിടെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ 4 മാർക്കിന് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് 2 വർഷത്തിൽ 5 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 4 മാർക്കിന് ഇവിടുന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ഹോട്ടായിട്ടുള്ള ഭാഗമാണത്. ഇനി ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് എപ്പോഴും ചോദ്യം ചോദിക്കാറില്ല. കാര്യം ഇവിടുന്ന് ഒരു ചോദ്യകർത്താവ് ചോദ്യം ഇടണമെങ്കിൽ അയാൾക്ക് പ്രോഗ്രാമിംഗുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് എപ്പോഴും വരാറില്ല, പക്ഷെ നമ്മൾ പഠിച്ചിരിക്കണം. 1 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നായിരുന്നു ഈ ഭാഗത്ത് സ്റ്റോർ ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം. 2026 തന്നെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് വളരെ എളുപ്പമുള്ള ഭാഗമാണ്. ഇതിന്റെ ഫുൾ ഫോമും ഇതിന്റെ വലിപ്പവും ഇതിന്റെ അകത്തുള്ള ഈ ഓരോന്നിന്റെ സ്പീഡ് തമ്മിലുള്ള കമ്പാരിസൺ ഒക്കെ ഒന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാം. ഇനി ഇവിടുന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എപ്പോഴും ഈ ഡിവൈസുകളും അതിന്റെ യൂസുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ്. അപ്പൊ എന്താണ് ബ്രിഡ്ജ്, എന്താണ് സ്വിച്ച്, എന്താണ് റൗട്ടർ, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും, ഗേറ്റ്വേയുടെ പർപ്പസ് എന്താണ്, ഇങ്ങനെ ഓരോ ഡിവൈസുകളും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് നമ്മളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അതും എക്സാമ്പിൾ വെച്ച് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള മാർക്കും കയ്യിലേക്ക് പോരും. പിന്നെ നിങ്ങൾ നോക്കൂ, ഇന്റർനെറ്റ് ഭാഗം. ഇതിൽ വേൾഡ് വൈഡ് വെബിന്റെ പ്രത്യേകതയോ, ഇമെയിലിന്റെ കുറച്ച് പാർട്സ് അതിന്റെ പ്രത്യേകതയോ, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും അതിന്റെ എക്സാമ്പിൾസോ അല്ലെങ്കിൽ കമ്പാരിസണോ എന്തെങ്കിലും ചോദ്യം എവിടുന്ന് വരാം. സോഷ്യൽ മീഡിയയുടെ ഡെഫിനിഷൻ തന്നിട്ട് ഈ പരിപാടി ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോഷ്യൽ മീഡിയ ഏതാ, അത് ബ്ലോഗ് ആണോ, മൈക്രോ ബ്ലോഗ് ആണോ, ഡിസ്കഷൻ ഫോറം ആണോ, കണ്ടന്റ് കമ്മ്യൂണിറ്റി ആണോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇനി വെബ് ഡിസൈനിങ്ങിന്റെ ഭാഗത്ത് നിന്ന് അടുത്ത ഇടയ്ക്കായിട്ട് കാണുന്ന ഒരു ട്രെൻഡാണ് HTML ടാഗുകളിൽ നിന്നും നല്ലപോലെ ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടാഗുകൾ ഏതൊക്കെയാണോ നമ്മൾ പഠിച്ചു വെക്കുന്നു. ഹെഡ് ടാഗ് എന്താ, ടൈറ്റിൽ ടാഗ് എന്താ, ബോഡി ടാഗ് എന്താ, ബോഡി ടാഗിൽ തന്നെ പല ആൾക്കാരുണ്ട്, ഫോർമാറ്റിംഗ് ടാഗ്സ് ഏതൊക്കെയാ, ഇതൊക്കെ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നു, പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ 2 മാർക്കിന് കൂടുതൽ ചോദ്യങ്ങൾ HTMLന്റെ ഭാഗത്തു നിന്നാണ് 2 വർഷമായി ട്രെൻഡ് കാണുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ഇയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മാറ്റി പഠിക്കാൻ ഇവിടെ പറ്റൂല, എല്ലാവരെയും വേണം. ഇനി സൈബർ ക്രൈം ആൻഡ് സൈബർ ലോ ഭാഗത്തുനിന്ന്
ഇഷ്ടം പോലെ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഏരിയയാണ് ഇത്. 10-30ഓളം സൈബർ ക്രൈം ഉണ്ടെന്ന് പറഞ്ഞു. ചോദ്യകർത്താവിന് ഏതെങ്കിലും ഒരാളെ പിക്ക് ചെയ്ത് ഒരു ഡെഫിനിഷൻ ഇങ്ങ് തരും. ഒരു ഡെഫിനിഷൻ തന്നിട്ട് ചിലപ്പോൾ ചോദിക്കും ഇത് എന്താ, അല്ലെങ്കിൽ ചോദ്യം തന്നിട്ട് ഡെഫിനിഷൻ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഏതാണോ പിക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാം. ഇതും മനസ്സിലാക്കി പഠിക്കുക, സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ IT ആക്ടിന്റെ വിവിധ നിയമങ്ങൾ അത് കുറച്ച് കാണാപ്പാടാണ് പഠിക്കേണ്ടത്. അതും ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഭാഗത്തുനിന്ന് സൈബർ ക്രൈമിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ഇവിടെ വന്നിട്ടുള്ളത്. നെറ്റ്വർക്കിൽ ഡിവൈസസിൽ നിന്നാണ് കൂടുതൽ ചോദ്യം. സോഫ്റ്റ്വെയറിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകളിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യം വന്ന് കാണുന്നത്. ഇവിടെ മെമ്മറി ഡിവൈസുകളിൽ നിന്നാണ് കൂടുതലായി ചോദ്യം വന്ന് കാണുന്നത്. സോ ഇതൊക്കെ ഹോട്ട് ടോപ്പിക്സ് ആണ്. വളരെ 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 ചോദ്യം വരാൻ സാധ്യതയുള്ള മേഖലയാണ് എന്നൊന്ന് സൂചിപ്പിക്കുകയാണ്. പഠിക്കാതെ സ്കിപ്പ് ചെയ്യാനൊന്നും ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ ഇതൊക്കെ അറിഞ്ഞിരുന്നാലേ പറ്റത്തുള്ളൂ. ഇനി പറയാൻ പോകുന്നത് ഇനി 2 കാര്യങ്ങൾ കൂടിയാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഓരോ ഹെഡിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇത് ആദ്യമായിട്ട് എഴുതുന്നവർക്കുള്ള ഒരു ഐഡിയ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിനു വേണ്ടി തരുന്നതാണ്. ഈ ഓരോ ഹെഡിൽ നിന്നും വന്നേക്കുന്ന ചോദ്യങ്ങളുടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരിക. ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വന്ന ഹാർഡ്വെയർ ഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ടുള്ള ഏരിയ മെമ്മറി ഡിവൈസാ. ആ മെമ്മറി ഡിവൈസുമായി ബന്ധപ്പെട്ടേക്കുന്ന ചോദ്യമാണിത്. നമുക്ക് എങ്ങനെ ചെയ്യാം? ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മാച്ച് ദ ഫോളോവിങ് അല്ലെ? ഓക്കെ. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം ആണ്. ഡൈനാമിക് റാം ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് മെമ്മറിയിലാണ്? പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, അത് മെയിൻ മെമ്മറിയിലാണ്. മെയിൻ മെമ്മറിയിലാണ് ഡൈനാമിക് റാം നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ A2 ആണ്. A2 ആണെങ്കിൽ A2 ഉള്ള 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ബിയും സിയും. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. റിവേഴ്സ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, റിവേഴ്സ് പോയാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നും പറഞ്ഞു. ഇവിടെ റിവേഴ്സ് രജിസ്റ്റേഴ്സ് അറിയാവുന്ന ആൾക്കാർക്ക് നോക്കൂ, ഡി എന്ന് പറയുന്നത് CPU-ന്റെ അകത്തെ ഒരു മെമ്മറി സെല്ല്. CPU-ന്റെ അകത്താണ് ശരിക്കും രജിസ്റ്റേഴ്സ് ഇരിക്കുക. അപ്പൊ D4 ആണെന്ന് അറിയാമെങ്കിൽ ഇവിടെ നോക്കിയേ, D4 വെച്ച് നോക്കിയാൽ എല്ലാ ഓപ്ഷനിലും D4 തന്നെയാണ്. അപ്പൊ D4 രജിസ്റ്റേഴ്സ് എന്താണെന്ന് നോക്കേണ്ട പോലും കാര്യമില്ല, നമുക്ക് ഓൾറെഡി കിട്ടി D4 ആണ്. ഇത് ഓൾറെഡി ഉണ്ട്, ഓപ്ഷൻ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത് SRAM-ന്റെ ആപ്ലിക്കേഷൻ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. SRAM ക്യാഷ് മെമ്മറിയിലാണ് ഉപയോഗിക്കുക. SRAM ക്യാഷ് മെമ്മറിയിൽ, DRAM സാധാരണ റാമായി മെയിൻ മെമ്മറിയിലും ഉപയോഗിക്കുന്നു. അപ്പൊ A2 ആണ്, B1 ആണ്, അങ്ങനെയുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ്. C3 വരും. അതായത് ബയോസ് എവിടെ ഇരിക്കുന്നു? അത് റോമിനകത്ത് സേവ് ചെയ്തേക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. റോമിനകത്ത് സ്ഥിരമായി വെച്ചിരിക്കുന്ന, കമ്പ്യൂട്ടറിലെ റോമിൽ സ്ഥിരമായി വെച്ചിരിക്കുന്ന ആളാണ് ബയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. സോ ബി ആണ് ഉത്തരം. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇങ്ങനെയാണ്. അപ്പൊ ഓരോന്നും എന്താണ് അതിന്റെ ഉപയോഗം, എവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ തീർച്ചയായിട്ടും ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും, ഇല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് സോഫ്റ്റ്വെയർ പാക്കേജ്. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയുന്ന സിലബസിന്റെ ഹെഡിന്റെ ഭാഗത്ത് നിന്നല്ലേ വന്നേക്കുന്നേ? അതെ. നോക്കൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ചോദ്യം ഫുള്ള് വായിക്കാം. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ സോഫ്റ്റ്വെയർ പാക്കേജ് ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഡിസൈൻഡ് ഫോർ എ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു സെറ്റിനെയാണ്, പ്രോഗ്രാമിന്റെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ്. ഇത് ശരിയാണ്, പ്രത്യക്ഷത്തിൽ കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. സോഫ്റ്റ്വെയറിന്റെ ഒരു ഡിവിഷൻ ആണ് അല്ലെങ്കിൽ ഡെഫിനിഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെയാണ്. ഒന്ന് ശരിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എങ്കിൽ തെറ്റ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. എങ്കിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷനിൽ വരാൻ പാടില്ല. ചോദ്യം തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കുക എന്നാണ്. ഒന്നാമത്തെ ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി എങ്കിൽ ഒന്ന് ഉൾപ്പെടുന്ന ഓപ്ഷൻ ശരി ഉത്തരത്തിൽ കാണില്ല. ഒന്ന് ഉൾപ്പെടുന്നത് ഇത് വരില്ല, ഒന്ന് ഉൾപ്പെടുന്നത് ഇത് രണ്ടും വരൂല. പിന്നെ വരാൻ ചാൻസ് ഉള്ളത് 2ഉം 4ഉം അല്ലെങ്കിൽ 3 മാത്രം എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് രണ്ടാമത്തെ നോക്കാം. MS Word ആൻഡ് MS Excel ആർ എക്സാമ്പിൾസ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്. MS Word ഒരു വേർഡ് പ്രോസസ്സറും MS Excel ഒരു സ്പ്രെഡ്ഷീറ്റുമാണ്. ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഉത്തമ ഉദാഹരണമാണ്. 1ഉം 2ഉം ശരിയാണെന്ന് കിട്ടിയാൽ ഒന്നുള്ളതും വരാൻ പാടില്ല ഉത്തരം, 2 ഉള്ള ഓപ്ഷനും വരാൻ പാടില്ല. പിന്നെ നമുക്ക് ആകെ ഒരാളെ എവിടെ ഉള്ളൂ? ഓപ്ഷൻ ബി, 3 മാത്രം. ഇങ്ങനെ ഉത്തരത്തിലേക്ക് പോവാം. ഇനി 3 വേണേ വായിച്ചിങ്ങടെ നോക്കാം. കമ്പൈലേഴ്സ് ആൻഡ് അസംബ്ലേഴ്സ് ആർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, കമ്പൈലറും അസംബ്ലറും ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ്.
ഇത് നമ്മൾ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗത്ത് പഠിക്കും. സോഫ്റ്റ്വെയറിൽ തന്നെ പ്രോഗ്രാമിങ്ങിന്റെ ഭാഗത്ത് പഠിക്കുന്നതാണ്. ഇന്റർപ്രിറ്റർ ആരാ, കമ്പൈലർ ആരാ, അസംബ്ലർ ആരാ എന്നൊക്കെ. അടുത്ത സോഫ്റ്റ്വെയർ പാക്കേജസ് ആർ ജനറലി ഡെവലപ്ഡ് ടു മീറ്റ് കോമൺ യൂസർ റിക്വയർമെന്റ്സ്. ഇങ്ങനെയുള്ള വേർഡ് പ്രോസസ്സറും സ്പ്രെഡ്ഷീറ്റും ആൾക്കാരെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക്, ജനങ്ങളുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ. ജനങ്ങൾക്ക് പൊതുവായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടല്ലോ, ആ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ, അവർക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ, അവർക്ക് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ, അവർക്ക് സ്ലൈഡ്സ് ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ ട്രിക്ക് വെച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അത് വെച്ച് പോകുന്നത് കുറച്ചുകൂടെ സമയം നിങ്ങളെ ലാഭിക്കുന്നതായിരിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മുടെ ക്ലാസ്സുകളിലൂടെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് അടുത്ത ഭാഗമാണ് നെറ്റ്വർക്ക്സ്. നെറ്റ്വർക്ക്സിന് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കേ, എ നെറ്റ്വർക്ക് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കണക്ട് നെറ്റ്വർക്ക്സ് ദാറ്റ് ഫോളോ ഡിഫറെന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. ഡിഫറെന്റ് പ്രോട്ടോകോൾ ഉള്ള രണ്ട് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിന്റെ പേര് ഗേറ്റ് വേ എന്നാണ്. ഗേറ്റ് വേയെ പ്രോട്ടോകോൾ കൺവേർട്ടർ എന്നാണ് വിളിക്കുക. രണ്ട് ഡിഫറെന്റ് പ്രോട്ടോകോളുള്ള നെറ്റ്വർക്കിനെ പരസ്പരം കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഗേറ്റ് വേ അത്യാവശ്യമാണ്. ഈ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഡിഫറെന്റ് പ്രോട്ടോകോളുകൾ അല്ല എന്ന് വിചാരിക്കുക. രണ്ടും പ്രോട്ടോകോൾ വൈസ് സെയിം ആണ്, പക്ഷെ വ്യത്യസ്ത നെറ്റ്വർക്ക് ആണെങ്കിൽ അവിടെ റൗട്ടർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് മതിയായിരിക്കും. അവിടെ ഡിഫറെന്റ് പ്രോട്ടോകോൾ വന്നാൽ ഉറപ്പായിട്ടും ഗേറ്റ് വേ എന്ന് പറഞ്ഞ ഡിവൈസ് അത്യാവശ്യമാണ്. സോ ഗേറ്റ് വേ പ്രോട്ടോകോൾ കൺവേർട്ടർ ഡയറക്റ്റ് ചോദ്യമാണ്. അപ്പൊ ഇത് ഓരോരുത്തരുടെയും ഫംഗ്ഷൻ പഠിച്ചാൽ കിട്ടൂലേ? കിട്ടും, ഈസി ആയിട്ട് കിട്ടും. സിലബസിൽ നിന്ന് ഡയറക്റ്റ് ആ ഭാഗത്ത് നിന്ന് ചോദ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റ് ഭാഗത്തുനിന്ന് ഏതാണ് വേൾഡ് വൈഡ് വെബിന്റെ പ്രൈമറി ഫംഗ്ഷൻ? ഇതിനകത്ത് ഏതാണ് വേൾഡ് വൈഡ് വെബിന്റെ ഫംഗ്ഷൻ? നമുക്ക് നോക്കാം. ഓക്കെ, വലിയ സെന്റൻസ് കാണുമ്പോഴേ അല്പം നമുക്ക് ഡൗട്ട് അടിക്കണം. ശരി ഏതാണ് എന്നാണ് ചോദ്യം, അല്ലെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്. ആക്സസിങ് മൾട്ടിമീഡിയ കണ്ടന്റ് ആൻഡ് ഡോക്യുമെന്റ്സ് യൂസിങ് ഹൈപ്പർ ലിങ്ക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടെക്സ്റ്റിലോ ഫിഗറിലോ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു വെബ് പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഹൈപ്പർ ലിങ്ക് വഴിയാണ്. ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ലിങ്കിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയാ. അപ്പൊ നോക്കൂ, നമ്മൾ വെബ്സൈറ്റിൽ കയറി ഒരു വെബ് പേജിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനകത്ത് ഹോമിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെ എബൌട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിനകത്ത് നീല കളറിൽ കാണിച്ചിരിക്കുന്ന ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, അല്ലെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. എവിടെയൊക്കെയാണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു ലിങ്ക് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വേറൊരു വെബ് പേജിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഫീച്ചറിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ബ്രൗസ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത് വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞ സംഗതിയാണ്. വേൾഡ് വൈഡ് വെബ് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഈ വലിയ കണക്ഷനകത്ത് ഈ വെബ് പേജുകളെയും ആ വെബ് പേജുകളെ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ലിങ്കുകളും എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. IP അഡ്രസ് മാനേജ് ചെയ്യുക വേൾഡ് വൈഡ് വെബിന്റെ ഫംഗ്ഷൻ അല്ല, അത് ICANN എന്നും പറയുന്ന ഒരു സംഘടനയുണ്ട്, അവരാണ് പ്രൈമറി ആയിട്ട് ആ കാര്യമൊക്കെ ചെയ്യുക. പിന്നെ സെക്യൂർ ഫയൽ ട്രാൻസ്ഫേഴ്സ്, ഓൺലൈൻ ഗെയിമിംഗ്, നോ, വേൾഡ് വൈഡ് വെബിന്റെ പ്രൈമറി ഫംഗ്ഷനിൽ ഇത് ഉൾപ്പെടുകയില്ല. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സൈബർ ടോക്കിംഗ് സൈബർ സ്റ്റോക്കിംഗ് റെഫേഴ്സ് ടു ഡാഷ്. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു വാക്കാണ് സൈബർ ബുള്ളിയിങ്. സൈബർ സ്റ്റോക്കിംഗ് ഓർ സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ള സൈബർ ക്രൈം ആണ്. നമ്മളൊരു ഓൺലൈൻ മീഡിയത്തിൽ, സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഒരാളെ പിന്തുടർന്ന് അയാളെ ശല്യം ചെയ്യുന്നത്, മെസ്സേജ് അയച്ച് അയാളുടെ പോസ്റ്റിന്റെ താഴെ കമന്റുകൾ ഇട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ശല്യം ചെയ്യുന്നത്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സൈബർ സ്റ്റോക്കിംഗ്. ഇതിന് വേറൊരു പേരൂടെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം, സൈബർ ഹരാസിംഗ് എന്ന് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ഈ വാക്കൂടെ ചേർത്ത് വെച്ച് പഠിക്കാം. ഹരാസിംഗ്, ബുള്ളിയിങ്, സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ഇത് മൂന്നും നമുക്ക് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. ഓപ്ഷൻ എ നോക്കൂ, നീളമുള്ള സെന്റൻസ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. സെൻഡിങ് ത്രെട്ടനിങ് ഓർ ഹരാസിംഗ് മെസ്സേജസ് ത്രൂ ഇന്റർനെറ്റ്. അയാൾക്ക് മെസ്സേജുകൾ ഓൺലൈനിൽ നമ്മൾ അയച്ച് അയാളെ ഹരാസ് ചെയ്യുന്നു. ചിലപ്പോൾ മിക്കപ്പോഴും ഇത് സംഭവിക്കാറുള്ളത് എങ്ങനെയാ, വല്ല സെലിബ്രിറ്റിക്കും നമ്മൾ ആദ്യം നല്ല മെസ്സേജുകളൊക്കെ അയക്കും. കാണാൻ കൊള്ളാവുന്നൊരു പെൺകുട്ടി അല്ലെങ്കിൽ സെലിബ്രിറ്റി ഒക്കെ ആണെങ്കിൽ കാണാൻ കൊള്ളാം, എന്ത് ഭംഗിയായിരിക്കും, എന്ത് അഭിനയമാണ്, ചിലപ്പോൾ അഭിനയിക്കാൻ പോലും അറിയില്ലായിരിക്കും, ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും വാട്ടാണ് അഭിനയം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്. നമ്മളോ, ഞാനോ? നോ, ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ ഇതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ ചിലപ്പോൾ ദേഷ്യമായിരിക്കും നമുക്ക് തോന്നുക. പിന്നെ ഉള്ള എല്ലാ അവരുടെ പോസ്റ്റിന്റെ താഴെയൊക്കെ പോയിട്ട് അത് കൊള്ളത്തില്ല, ഇവർ അങ്ങനെ ചെയ്തു, മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ശല്യം ചെയ്യുക. ഞാനല്ലേ കമന്റുകൾ ഇടാതിരിക്കണമെങ്കിൽ എനിക്ക് റിപ്ലൈ തരൂ, എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം, ഇതൊക്കെയാണ് ഹരാസിങ്, ഇതൊക്കെയാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത്. സോ സൈബർ
സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെയാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക ഓപ്ഷൻ എയിൽ. ബാക്കി ഇത് ഒരു സൈബർ ക്രൈം ആണെന്ന് അറിയാവുന്ന, എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇതൊരു സൈബർ ക്രൈം ആണെന്ന് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ബാക്കിയുള്ള ഒക്കെ എലിമിനേറ്റ് ചെയ്യാം. നോക്കിയേ, ഡിസൈനിങ് വെബ്സൈറ്റ്, അതൊരു സൈബർ ക്രൈം ആണോ, കുറ്റകൃത്യമാണോ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്? അല്ല. പ്രൊട്ടക്ടിങ് എ കമ്പ്യൂട്ടർ ഫ്രം വൈറസുകളിൽ നിന്നും കമ്പ്യൂട്ടറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സൈബർ ക്രൈം ആണോ? അല്ല. ഇൻസ്റ്റോളിങ് ഫയർവോൾ എന്ന് പറയുന്ന ഒരു സെക്യൂരിറ്റി മെഷറാ, ഒരു സെക്യൂരിറ്റി മെക്കാനിസം ആണ്. ഇൻസ്റ്റോളിങ് ഫയർവോൾ, ഒരു നെറ്റ്വർക്കിൽ ഫയർവോൾ ഇൻസ്റ്റോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ആ നെറ്റ്വർക്കിൽ വെറുതെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് കയറാതെ, അലമ്പുണ്ടാക്കാതെ, ഹാക്കിങ്ങിന് ശ്രമിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ആ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? ഇത് മൂന്നും നല്ല കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ചീത്ത കാര്യം, നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ സൈബർ ക്രൈം ആണിതെന്ന് അറിയാവുന്ന ആൾക്ക് ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആൻസർ ആയിട്ട് വെക്കുക. അങ്ങനെ കാണാപ്പാടമല്ലാതെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ IT എന്നുള്ള മാർക്ക് മൊത്തം നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കഴിഞ്ഞ 2026 നടന്ന ഈ 3 പ്രിലിംസിലും നമ്മൾ കൊടുത്ത മാരത്തോൺ സെഷനിലൂടെ 2021 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിന്റെ ഭാഗമായി നമ്മൾ ട്രിക്ടേണിലൂടെ നൽകിയ മാരത്തോണിലൂടെ അല്ലെങ്കിൽ അനാലിസിസിലൂടെ നല്ലപോലെ സ്കോർ ചെയ്യാൻ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അവർ പേഴ്സണലിയും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IT എന്ന് പറയുന്നത് കീറാമുട്ടിയല്ല. പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞത് അവർ IT എന്ന് പറയുന്നത് മാറ്റി വെച്ചേക്കുമായിരുന്നു സാറേ, പഠിക്കാനായിട്ട് ശ്രമിച്ചില്ല, പക്ഷെ മാരത്തോൺ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നമ്മുടെ സീരീസ് PYQ സീരീസ് മാത്രം കണ്ടു, അവിടുന്ന് മാർക്ക് കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടു, അവിടുന്ന് 3ഉം 4ഉം ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ നമുക്കൊരു PYQ സീരീസിലൂടെ മാത്രം ഒരു സെഷനിൽ 3 മാർക്കോ 4 മാർക്കോ ഫുൾ മാർക്കോ ഒക്കെ മേടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഒരു ബാച്ചിന്റെ ഭാഗമായി ഈ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുന്നു, അതിന്റെ ടോപ്പിക് ടെക്സ്റ്റ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ എക്സാമുകൾ ചെയ്ത് നോക്കുന്നു. ഇങ്ങനെ പല എക്സാമുകളും ചെയ്ത് ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ സ്കോർ ചെയ്യാൻ സാധിക്കും. IT-യുടെ ഭാഗത്തു നിന്ന് ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. ഇനി ജോഗ്രഫിയുടെ ഭാഗത്ത് സിലബസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇത് പഠിക്കാനായിട്ട് ഒത്തിരി സമയം കളയേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഒരു ഓപ്ഷണൽ ആയിട്ട് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. ഇതുപോലെ IT-യുടെ ഭാഗത്ത് സിലബസിൽ നിന്ന് ഏതാണ് സാറേ സ്കിപ്പ് ചെയ്യേണ്ടത് എന്ന് ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, നമ്മൾ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സ്കിപ്പ് ചെയ്യേണ്ടത് ഏത് ടോപ്പിക് ആണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ സ്ലൈഡിലുണ്ട്. ഇതാ സ്കിപ്പബിൾ ടോപ്പിക്സ് ടു സേവ് ടൈം. ഇവിടെ പഠിത്തത്തിൽ നിങ്ങളുടെ സമയം ലാഭിക്കാൻ സ്കിപ്പ് ചെയ്യേണ്ട ടോപ്പിക് ഏതാണെന്ന് ചോദിച്ചാൽ, സാർ ഇവിടെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വിട്ടുപോയതാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ സ്കിപ്പ് ചെയ്യാനായിട്ട് ഒരു ടോപ്പിക്കും ഇല്ല, ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാര്യം കുറച്ചേ നമുക്ക് IT പഠിക്കാനുള്ളൂ, അതിൽ നിന്ന് 5 മാർക്ക് കിട്ടും. ജോഗ്രഫി ഇത്രയും പഠിച്ച് 5 മാർക്ക് ഒപ്പിക്കുമ്പോൾ ഇവിടെ ഇത്രയും പഠിച്ച് നമുക്ക് 5 മാർക്ക് കിട്ടും. അതിനകത്ത് ഈ സിലബസിൽ നിന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഉത്തരം. നിങ്ങളെല്ലാം പഠിക്കണം. ഈ സിലബസ് ഹെഡുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യ വേണ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളെയും പഠിപ്പിക്കും. അപ്പൊ പഠിച്ചിട്ട് പോവാ. നമുക്ക് ഏതൊക്കെ സിലബസിന്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ഏത് സബ്ജക്റ്റിൽ നിന്നാണെങ്കിലും ലഭിക്കുന്ന മാർക്കിന് പ്രത്യേക ഒരു മാർക്ക് അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തു നിന്നും കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. IT-യുടെ ഭാഗം നിങ്ങൾ പഠിച്ച് ഇവിടുന്ന് കിട്ടുന്ന 5 മാർക്കോ, ജോഗ്രഫിയുടെ അത്രയും പഠിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന 5 മാർക്കോ, ആ മാർക്ക് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ജോഗ്രഫിയുടെ കിട്ടിയ മാർക്കിന് 1 മാർക്കിന് 5 മാർക്കിന്റെ വിലയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇല്ല. സോ അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് ആരും വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ ഇത് ഇതുവരെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഇവിടുത്തെ ബുദ്ധിമുട്ട്, അല്ലാതെ ബാലികേറ മലയൊന്നുമല്ല. സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കൂ. നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് തുടങ്ങാൻ പോകുന്നു. ഡിഗ്രി ലെവൽ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ഭാഗമായി നമ്മൾ IT പഠിക്കുന്നത് ഈ സിലബസ് വൈസ് തന്നെയായിരിക്കും. ആദ്യം ഹാർഡ്വെയർ, പിന്നെ സോഫ്റ്റ്വെയർ, പിന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അങ്ങനെയാണ് പഠിച്ചു പോവുക. മോഡൽ എക്സാമുകളൊക്കെ ചെയ്ത് വരുമ്പോഴും നിങ്ങൾക്ക് ആ ഓർഡറിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. സോ നമ്മൾ പഠിക്കുന്നു. നിങ്ങൾക്ക് എത്രയും വേഗം ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ലെവൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിഗ്രി ലെവൽ ബാച്ചിന്റെ കോസ്റ്റ് ഫീ എന്ന് പറയുന്നത് 3499 രൂപയാണ്. നിങ്ങൾ ഓൾറെഡി നമ്മുടെ LDC ബാച്ചിൽ ജോയിൻ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അത് 2999 രൂപയ്ക്കും ലഭ്യമാകും. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ.